വെൽക്കം ടു റീനാസ് എവർഗ്രീൻ ഗാർഡൻ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്, കാണിക്കാനും കൂടി പോകുന്നത് ഓർക്കിഡ് എങ്ങനെയാണ് നമ്മൾ നടേണ്ടത് എന്നുള്ള കാര്യമാണ്. എനിക്ക് ഇതുവരെ അന്വേഷിച്ചിട്ട് മൺചട്ടികൾ കിട്ടാറില്ല. ഇപ്രാവശ്യം എനിക്ക് ഒരു നല്ല മൺചട്ടി കിട്ടിയിട്ടുണ്ട്. മൺചട്ടി എന്ന് പറഞ്ഞാൽ നല്ല എർത്തൻ പോട്ട്സ്, നല്ല ഷേപ്പുള്ള എർത്തൻ പോട്ട്. അതിൽ നല്ല ഹോൾസ് ഉണ്ട്. അടിയിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നല്ലോണം ഹോൾസ് ഉള്ള ഒരു എർത്തൻ പോട്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു സെറ്റ്, ഒരു 10 എർത്തൻ പോട്ട്സ് കിട്ടിയിട്ടുണ്ട്. ഈ പോട്ട്സിൽ ഓർക്കിഡ് വെക്കുകയാണെങ്കിൽ എങ്ങനെ, ഇതുവരെയൊക്കെ ഞാൻ പ്ലാസ്റ്റിക്കിൽ ഹാങ് ചെയ്തിടുമായിരുന്നു. ഇതിലൊന്ന് വെച്ച് നോക്കാം, ഒരു പരീക്ഷണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ എർത്തൻ പോട്ട്സിൽ ഈ ഓർക്കിഡ്സ് എങ്ങനെയാണ് വെക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ ചകിരിയുടെ ഹാഫ് പോർഷൻ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. ഈ കട്ട് ചെയ്ത പോർഷൻസ് ഇങ്ങനെ വെച്ച് ഹോൾസ്, വെള്ളം എപ്പോഴും വാർന്നു പോകാൻ പറ്റുന്ന പോട്ടാണല്ലോ ഇത്. അപ്പോൾ നന്നായി വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി അങ്ങനെ ആദ്യം ചകിരി വെച്ചു. പിന്നെ ചകിരിയുടെ കുറച്ച് ചകിരി നാര് കൂടിയിട്ടുള്ള പോർഷൻ അടിയിൽ വെച്ച് ഈ ചകിരിയിലേക്ക് ഈ ഓർക്കിഡ്സ് വേരോട് കൂടി ചകിരിയിൽ പൊതിഞ്ഞ്, ഇതുപോലെ ചകിരിയിൽ പൊതിഞ്ഞ് ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ സാഫിൽ വെച്ച സാഫിൽ ഇട്ട് വെച്ച കരി, ഈ കരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഈ കരി ഇതിൽ നിറച്ച് വെച്ച് അധികം അമർത്താതെ എയർ സർക്കുലേഷൻ കിട്ടുന്ന വിധത്തിൽ ഇങ്ങനെ നിറച്ച് കരി വയ്ക്കുക. അധികം ഇത് ഇറക്കി വയ്ക്കാതെ, പ്രസ് ചെയ്യാതെ, ഒരു എയർ കടക്കുന്ന വിധത്തിൽ കരി ഇട്ട് കൊടുക്കുക. ഇത് സാഫിൽ മുക്കി വെച്ച, തലേദിവസം മുക്കി വെച്ച കരിയാണ്. ഈ കരി നമ്മൾ ഇട്ട് ഇങ്ങനെ ഈ എർത്തൻ പോട്ട് ഫുള്ളാക്കി നിറച്ച് വെച്ചാൽ ഈ കരിയിലും ഈ ചകിരിനാരിലും ഈ ഓർക്കിഡിൻ്റെ വേരുകളൊക്കെ പിടിച്ചു പോകുന്നുള്ളൂ. അങ്ങനെയാണ് ഈ ഓർക്കിഡ്സ് ഞാൻ പിടിപ്പിക്കാം. ഇങ്ങനെ ഓർക്കിഡ് വെക്കുമ്പോൾ ഇതുപോലെയുള്ള ഈ ഓർക്കിഡിൻ്റെ പോട്ട്സ് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് ഹാങ് ചെയ്തിടണമെങ്കിൽ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വെള്ളം വാർന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇത് വെക്കാനും, ഇത് ഓർക്കിഡ് പില്ലറും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു.